ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എന്തിൻ്റെ വിശേഷം? സുഖമാണോ? അപ്പോൾ ഇന്ന് ഞാനാട്ടോ കുട്ടികളെ വിളിക്കാൻ പോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. അൽഹാന് 3:30 ആകുമ്പോഴേക്കും 3:45 അവനെ വിടും കേട്ടോ. അപ്പോൾ അവനെ ഞാൻ വേഗം കൂട്ടിയിട്ട് ഇനിയിപ്പോൾ അവസാനം വിളിക്കാൻ പോകണം. അവനെ എങ്ങനെയും ഇവനെ വിട്ട് കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവനെ വിടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കാനെ കാത്തിരിക്കുകയാണ് അനിയൻ. അങ്ങനെ അവൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ വീടെത്തി കേട്ടോ. ഇക്കാക്ക് വർക്കുള്ളതുകൊണ്ട് ഞാൻ അന്ന് കുട്ടികളെ വിളിക്കാൻ പോയത്. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം അവർക്ക്, പിന്നെ അതുപോലെ തന്നെ ചായ കുടിക്കണം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അത് കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ പിന്നെ വേഗം കളിക്കാൻ പോകും കേട്ടോ. കുട്ടികളുടെ ഒപ്പം ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്, അപ്പോൾ അവരായിട്ട് കളിക്കാൻ പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നു കേട്ടോ. വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ ബാങ്ക് കൊടുക്കുന്നതാണ് കേട്ടോ. അവർ കൂടുതൽ നിൽക്കുന്നത് ബാങ്ക് കൊടുക്കുന്നവരെ മാത്രമാണ്. അപ്പോഴേക്കും വീടെത്തും കേട്ടോ. അപ്പോഴേക്കും വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഫുഡ് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വറ്റൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. വറ്റലും പിന്നെ അതുപോലെ തന്നെ ബുൾസയും. ഇതാണ് ഇങ്ങനെയുള്ളത്, അതായത് ഇങ്ങനെയൊക്കെ ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ബുൾസൈ എന്ന് പറഞ്ഞു വെച്ചാൽ അവർക്കില്ലേ 2 പുറം മറിച്ചിട്ടുള്ള ബുൾസൈ ആട്ടോ ഇഷ്ടം. നോർമലായിട്ട് നമ്മൾ നോർമലി ബുൾസൈ കഴിക്കുമല്ലോ, അത് ഇഷ്ടമല്ല. അങ്ങനെ അവർ കഴിക്കാറുമില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ. ആ ഉണ്ണിയില്ലേ അതൊന്ന് വാട്ടറി ലെവലാവാൻ പാടില്ല, ഒന്ന് ഹാർഡായിരിക്കണം, എങ്കിൽ മാത്രമേ അവരത് കഴിക്കുള്ളൂ കേട്ടോ. എനിക്ക് ബുൾസൈ ഇഷ്ടമല്ല. അങ്ങനെ അതെല്ലാം ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ പിന്നെ അടുത്തത് ഇനിയിപ്പം ഉപ്പ വരുന്നത് കാത്തിരിക്കലാണ് കേട്ടോ. അവർ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അൽഹാൻ ഇവിടെ ഉപ്പ വരുന്നത് കാത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് വരുന്നത്, കുറേ നേരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോഴേക്ക് ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ആൾ നോക്കുന്നത് എന്താണ് കവറിൽ എന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇവൻ വിളിച്ചു പറഞ്ഞിരുന്നു ബിസ്ക്കറ്റ് വേണമെന്ന്. അപ്പോൾ അവനിക്കത് കിട്ടിയപ്പോൾ ഉള്ളൊരു സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇനി ഫുഡ് ഉണ്ടാക്കാമെന്ന് വൈകുന്നേരത്തിനുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് എന്തായാലും ദോശ മതി എന്ന് പറഞ്ഞു, ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാക്ക് ദോശ ആക്കി കൊടുത്തു. എനിക്ക് ചോറാട്ടോ കുറച്ചുകൂടി ഇഷ്ടം. ഈ നാഷ്ടയെക്കാട്ടി കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് ചോറാണ്. അങ്ങനെ അപ്പോൾ എനിക്ക് ചോറും പിന്നെ ഇങ്ങനെ അതെല്ലാം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ദെൻ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.